എല്ലാം നായിൻ്റെ മക്കളെ അടിച്ചു കൊല്ലും. നമ്മളെന്താ ബ്രേക്ക്ഫാസ്റ്റ് സാപ്പിട്ട പോണേ. ഒരു ദിവസം വെച്ച് എന്തൊക്കെയാ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ് ചിത്ര സ്റ്റാർ ഇട്ടതിമേ. ചൂട് പപ്സ് കഴിക്കാൻ പോവാണ്. ഹായ് ഗൈസ്, എന്താ സംഭവം എന്നറിയോ? ഞാൻ ഇങ്ങനെ ഇപ്പം ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ വിചാരിച്ചു, എൻ്റെ താത്ത പപ്സ് ഉണ്ടാക്കലുണ്ട്. അങ്ങനെ താത്താൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കി വെച്ചത് ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഒരിക്കൽ ഇങ്ങോട്ട് ചൂടോടൊക്കെ കൊടുന്നപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരിക്കൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കണത്, ഇന്ന് എനിക്ക് ആ പപ്സ് കഴിക്കാനൊരു ഒരു പൂതി വന്നിക്കണ്. അപ്പോൾ ഒന്നെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്കും കാണിച്ചു തരാം, എങ്ങനെയാണ് അത് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിക്കണത്. ഞാൻ എന്തായാലും വിളിച്ചു നോക്കട്ടെ അവൾക്ക് സാധാരണ വേറെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. എന്തായാലും വിളിച്ചു നോക്കാം. ഹലോ ഹലോ, ഇജ്ജ് എവിടെയാണ്? ആ ഒച്ചപ്പാട് എന്താ പരിപാടി? ചെക്കനോടെ ഉറങ്ങി എണീറ്റതാ? എന്താണ്, എനിക്ക് തിരക്കുണ്ടാ? എന്തെങ്കിലും വേറെ പണി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങനെ എന്താ പറയാ, 5 നാള് പപ്സ് കൊടുന്നില്ല ഇങ്ങോട്ട്. കാരണം പപ്സ് എന്നാണൊരു പൂതി. എന്നാ ഉണ്ടാക്കാൻ പറ്റും? കൊറേ ടൈം എടുക്കും ഉണ്ടാക്കാന്? കൊറേ ടൈം എടുക്കും ഉണ്ടാക്കാന് പപ്സ് ഉണ്ടാക്കാൻ? ചൂടോടെ ഉണ്ടാവോ? അതല്ല, ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും? അല്ല, ഞാൻ വീഡിയോയില് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടിരുന്നു. ഉണ്ടാക്കണ പ്രോസസ്സ് കാണിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. നാളെ രാവിലെ? എന്താ നാളെ ഓർഡർ ഉണ്ട്? ആ ആ ഓ ഓ ഓ ഓക്കെ, എന്നാ ഞാൻ നാളെ രാവിലെ വരാം. ഇജ്ജ് എത്ര മണിക്ക് ഉണ്ടാക്കല്? രാവിലെ 6 മണിയോ? ആ, ഞാൻ രാവിലെ കിടന്ന 6 മണിക്ക് നീച്ചോണ്ട് എൻ്റെ അടുത്ത് കയറാൻ നിൽക്കാം എന്നിട്ടോ. നോക്കട്ടെ, എന്തേലും ചെയ്യാം. എനിക്ക് സ്റ്റാർട്ടിങ് മുതല് ആയിക്കോട്ടെ. ഞാൻ നാളെ രാവിലെ വരാം. ഓക്കെ, ആയിക്കോട്ടെ. എന്നാ ശരി. ഓക്കെ. അപ്പോൾ അതാണ് സംഭവം. ഞാനത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. സംഭവം ഉണ്ടാക്കിയത് അളിയൻ്റെ ഷോപ്പിലുണ്ട്. അളിയൻ്റെ അവിടെ ഷോപ്പുണ്ട്. അപ്പോൾ അങ്ങോട്ടും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നാളെ രാവിലെ പോയിട്ട് നമുക്ക് സെറ്റാക്കാം. ബാക്ക് സൈഡ് മാത്രം കടിച്ചിട്ടുള്ളൂ. എരി തുടണ്ട. നായ്ക്കളെ കൊണ്ട് ഇവിടെ ടെങ്ങറിന്റെ കൂടിയയാള്. എന്റെ ഷൂ അഡിഡാസിന്റെ ഷൂ ആണ്, അതൊന്ന് കൊണ്ടുപോയി. ഇതിന്റെ മുന്നൊരു ക്രോക്സിന്റെ ചെരുപ്പ് പോയി. ഇത് പറയുമ്പോ വീടിന്റെ ഉള്ളില് ഈ ഇത് കണ്ടോ, കൊലായില് കസേരന്റെ ചോടാണ് ഇത് വെച്ചിരിക്കണത്. ഇതിന്റെ അടിയിൽ നിന്ന് എടുത്തോണ്ടിരിക്കണത് പണ്ടാറട. ഞാനാണെങ്കി ഇവിടെ റീൽസിൽ പാറ്റ ഗുളിക ഒരു സാധനം കാണിച്ചതാ.
ഇത് കണ്ടോ, പാറ്റ ഗുളിക ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നായ വരൂലെന്ന് കണ്ടിട്ട് അങ്ങനെ ഇട്ട് വെച്ചതാണ്. ഇവിടെ ഒന്ന്, പിന്നെ ആ മൂലക്കലൊന്ന്, അങ്ങനെ 2-3 ഇന്നലെ വെച്ചിട്ടുള്ളൂ. ഇതുവരെ നായ വന്നിട്ട് എടുത്തോണ്ട് പോലൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ വെച്ചതിന് ശേഷം ഇന്ന് വന്നിട്ട് നായ കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു നായ്ക്ക് ഇതിൻ്റെ മണം ഇഷ്ടം തോന്നുന്നുണ്ട്. ഞാനാണെങ്കിൽ എന്നിട്ട് ആ റീൽസിൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കിയപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ശരിയാണ് 100% വർക്കിംഗ്, ഇതിൻ്റെ ഏലത്ത് പോലും ഇപ്പോൾ നായി വരണില്ല എന്നൊക്കെ കണ്ടിട്ട് പറഞ്ഞിരുന്നു. അതൊക്കെ ആരെയായിരുന്നു ആ കമൻ്റൊക്കെ ഇട്ടിരുന്നത്. ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പോൾ അവിടെ ഫ്രണ്ടിലും ബാക്കിലും കുറേ കല്ലും അതുപോലെ ടൂൾസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നായിങ്ങോട്ട് വരട്ടെ, എല്ലാം നായിൻ്റെ മക്കളെ അടിച്ചു കൊല്ലും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനൊരു പ്രതിവിധി അറിയുന്നുണ്ടെങ്കിൽ, ഐ മീൻ നല്ല വർക്കിംഗ് ആയിട്ടുള്ളൊരു പ്രതിവിധി അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞേട്ടി. ഇത് ഈ പാറ്റ ഗുളികയായിട്ടൊന്നൊരു കാര്യമില്ല. അതേപോലെ ഈ വെള്ളക്കുപ്പി ഉണ്ടല്ലോ, വെള്ളക്കുപ്പിയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരുന്നു, ഒരു കാര്യമില്ല, വെറുതെയാണ്. ഞാനിത് പലയിടത്തും കണ്ടിട്ടുണ്ട്, ചിലവർ പറയും ചെയ്തിട്ടുണ്ട് ഇത് വെള്ളക്കുപ്പി വെച്ചാൽ വരലില്ല എന്നൊക്കെ. ഇവിടെ ഒന്നും നടക്കണില്ല. എവിടെ കണ്ട, ഇവിടൊക്കെ നമ്മൾ നടക്കണോടത്തോളം ഇവിടെ എല്ലായിടത്തും ഞാൻ കുപ്പിയും പാറ്റ ഗുളികയും. ഇത് കണ്ട, ഇവിടെ ഇതൊക്കെ ഞാൻ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട. ഇവിടെ എല്ലാ മൂലക്കലും ഈ സാധനം കൊണ്ടുപോയി സെറ്റാക്കി വെച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമില്ല. ആ ഇതില്ലേ, ഞാൻ ഇവിടെ ഒക്കെ കണ്ടത് പെരന്റെ ബാക്ക് സൈഡാണ്. ഇവിടെ ഒക്കെ നമ്മൾ ടൂൾസ് സെറ്റാക്കിയിരുന്നു. കണ്ട, വടി, കല്ല്, ചൂല്. നമ്മളിങ്ങി നായി കണ്ട് വരട്ടെ. ഞാൻ ഇതുവരെ ഇങ്ങനെ കുഴപ്പമില്ല എന്നുള്ള ലെവലിലായിരുന്നു. രണ്ടാമത്തെ സാധനമാണ് കൊണ്ടുപോയത്. ഒരു ഷൂവും, അതും ചെറുതൊന്നുമല്ല, അഡിഡാസിന്റെ ഷൂവും റോക്സിന്റെ ഒരു ചെരുപ്പുണ്ട് പോയത്. വിട്ടമാട്ടെ, ഈ ചെരുപ്പുണ്ട്. ഈ ചെരുപ്പ് ആ ഷൂവിൻ്റെ ഒപ്പം അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. അത് നായ്ക്ക് വേണ്ട. നായ്ക്ക് അഡിഡാസിന്റെ വെള്ള കളർ ഷൂ തന്നെ വേണം. കള്ളപ്പാണ് ഗൈസ്. ടൈം ഈസ് 6:20. നമ്മൾ താത്താൻ്റെ വീട്ടിൽ പോവാണ്. കുറച്ച് ലേറ്റായി, ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഇറങ്ങാം കേട്ടോ. അങ്ങനെ ഈ അവിടെ പ്രിൻസ് ചോദിക്കണം കേട്ടാ. ആ പ്രിൻസ് മൈദ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ശരി. 1 kg വാങ്ങിയാൽ മതി. നാളെ ഞാൻ കൊണ്ടുവരും കേട്ടോ. സാധനം ഇപ്പം ഇന്നലെ തീർന്നുകൊണ്ടാണ്. ശരി ശരി. എൻ്റെ വീട്ടിൽ നിന്ന് താത്താൻ്റെ വീട്ടിലേക്ക് 1/2 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. രാവിലെ 7 മണിക്കുള്ള മഞ്ഞാണ് നിങ്ങൾ ഈ കാണുന്നത്. രാത്രി തന്നെ കേട്ടോ, ഭയങ്കര തണുപ്പാണ്. 1 കിലോ പ്രിൻസ് മൈദ അത് മതി. പ്രിൻസ് മൈദ മാത്രം. ആണ്ടോണേ ക്ലാസ്സോ എപ്പോഴാ വരിക? ഞങ്ങള് പോകുമ്പത്തിന് വരുമോ? 9:30 ആകുമ്പോ ചെയ്യോ? ആ അപ്പൊ കുഴപ്പമില്ല, നോക്കാം. എന്നാ ആയിക്കോട്ടെ. നമ്മള് വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കിയ മത്തി മുളകിട്ട കറി ഉണ്ടായിരുന്നു. അതായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ചാല് ഉമ്മാൻ്റെ കുറച്ച് മാസ്റ്റർ പീസ് ഐറ്റംസ് ഉണ്ട്. മത്തി മുളകിട്ട കറി, മത്തി എന്നല്ല മുളക് കറി ഉമ്മ ഉണ്ടാക്കിയ ഭയങ്കര രസമായിരിക്കും. അതുപോലെ ബിരിയാണി, പിന്നെ അതുപോലെ അച്ചാറ്. ഈ 3 സാധനങ്ങൾക്കും പ്രത്യേക ഒരു രസമാണ് ഉമ്മ ഉണ്ടാക്കിയാൽ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മറ്റേ ഈ 3 സാധനങ്ങൾ. അപ്പോൾ ഏതായാലും അവിടെ മുളക് കറി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ നല്ല ചൂട് പൊറാട്ടയുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. ഷെഫ് തുടങ്ങിക്കോളൂ. ഗൈസ്, ഇതാണ് നമ്മളെ മുട്ട പപ്സ് ഉണ്ടാക്കാനുള്ള മുട്ട. ഇത് നമ്മൾ മൈദപ്പൊടിൻ്റെ അളവ് തൂക്കം എത്രയാണ്? 400 ഗ്രാമോ? 400 ഗ്രാം മൈദ.
ആണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത്. 400 ഗ്രാം മൈദ ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഓ സോറി, അതാ നമുക്കിപ്പോൾ 400 ഗ്രാം മതി. ഉപ്പ് എത്ര ഇട്ട്? പ്രേക്ഷകരോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്ക്. 6 ഗ്രാം ഉപ്പ്. 6 ഗ്രാമോ? 6 ഗ്രാം ഉപ്പ് അല്ല, ഈ മെഷീൻ ഇല്ലാത്തവരെ എന്താ ചെയ്യാ? അത് ഏകദേശം കണക്കാക്കിട്ടാ മതി. 200 ഗ്രാം വെള്ളം. ഓക്കെ, കറക്റ്റ് 200 ഗ്രാം വെള്ളം. പിന്നെ നെയ്യുണ്ട്. അടുത്തതായി വേദിയിൽ നെയ്യ്. ഇത് എന്ത് നെയ്യാണ്? പപ്സിന്റെ നെയ്യ്. പശുവിന്റെ പപ്സിനുള്ള നെയ്യ്. പപ്സിനുള്ള നെയ്യാണിത്. ഇതൊരു വലിയ പെട്ടി നിറച്ച് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. നെയ്യ് എത്ര ഗ്രാമായിരുന്നു? 15 ഗ്രാം. ഇപ്പൊ നമ്മള് എന്തൊക്കെയാ ഇട്ടത്? മൈദപ്പൊടി ഇട്ടു 400 ഗ്രാം, പഞ്ചസാര, ഉപ്പ്, വെള്ളം, നെയ്യ്. ഓക്കെ, ഇനി എന്താ പരിപാടി? എല്ലാം മുട്ട പുഴുങ്ങണ്ടേ? മുട്ട ഇത് വെച്ചിട്ട് വെക്കാം. ഇത് മിക്സ് ചെയ്യുന്നതിന് വേറെന്തോ പറയില്ലടി? മിക്സിംഗ് ബൗളോ? അല്ല, ഈ മെഷീന് നമ്മള് മറ്റേ ഇത് മിക്സ് ചെയ്യണ മെഷീന് ഇതിലിട്ടിട്ടാണ് ഇത് ചെയ്യുക. ഇത് എത്ര സമയം എടുക്കും ഇങ്ങനെ കറങ്ങിയിട്ട് മിക്സ് ആവാന്? ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കത് ഫുൾ സെറ്റ് ആയിട്ട് കിട്ടും എന്നാണ് പറയുന്നത്. ഏതോ മറ്റേ അറിയാത്ത പുറത്തുനിന്ന് തമിഴ്നാടത്തെ ഫാക്ടറിക്കൊക്കെ പോയൊരു ഫീല്. ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടേ 10-15 മിനിറ്റ് എടുക്കും സെറ്റ് ആവാനൊക്കെ. എത്ര നമ്മൾ ഉണ്ടാക്കണത്? ശരിക്കും പറയണെങ്കിൽ ഒരു 10 പപ്സ്. 400 ഗ്രാമായിട്ട് 10 പപ്സ് ഉണ്ടാക്കാൻ പറ്റുക. നമുക്ക് തിക്കിനനുസരിച്ചിട്ട് കൂട്ടും കുറവുക ചെയ്യാം. നമ്മൾ 7 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് കട്ട് ചെയ്തിട്ടാവുമ്പോ 14 പപ്സ് ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം മിക്സായി സെറ്റായി തുടങ്ങി. മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അണ്ണാച്ചി, നിങ്ങൾ നിന്റെ ഫാക്ടറി തുടങ്ങിയിട്ട് എത്ര നാളാച്ച്? അണ്ണാച്ചി, ഇത് ആര്? ഉങ്ക പാട്ടിയാ? ഇനി എത്ര ഇഞ്ഞ് നെയ്യ് ആഡ് ചെയ്യാൻ പോണത്? ഇനി ഒരു 150 ഗ്രാമും കൂടെ നമ്മള് നെയ്യ് ആഡ് ചെയ്യും. ഇത് എന്തിനുള്ളതെന്ന് പറഞ്ഞേ? അതില് നമ്മള് പുറത്ത് ഫ്ലോർ വെക്കാനും നമ്മള് ഇതൊക്കെ പരത്തിയതിനു ശേഷം. എനിക്ക് സംഭവം എന്തിനാന്ന് മനസ്സിലായില്ല. ആദ്യം നമുക്ക് വഴിയെ മനസ്സിലാക്കാം ഈ നെയ്യ് എന്തിനുള്ളതാണെന്ന്. എന്താ നെയ്യുടെ ഉപയോഗം നമുക്ക് വഴിയെ പാത്ത് മനസ്സിലാക്കിയിടാം. ഓക്കെ, ഇത് ഇങ്ങ മിക്സ് ആയിട്ട് ഇருக்கு. അണ്ണാച്ചി, ഇത് ഇനി എവ്വളോ ടൈം ആയിടും? ഇതിപ്പോ ரொம்ப ടൈം ആச்சு. Guys, this is the matti curry I was talking about. And this is the പൊറോട്ട. അണ്ണാച്ചി, ഉങ്ക പയ്യന്മാരിലെ എങ്ക പോച്ച്? அந்த 2 பெரிய பையன்மாരെ ഞങ്ങൾ வந்து വഴിന്ന് പാത്തിച്ച്. എന്താ ഉങ്ങളുടെ ചെറിയ കുളന്റെ അബാക്കസ് ക്ലാസ്സിലൂടെ പോകുകയാന്ന് ഞങ്ങളോട് പറഞ്ഞു. அந்த பெரிய பையன் எங்க? பெரிய பையனை திரும்பி வந்துട്ടില്ലേ? அவ எப்போ வரும்? கோல்களியா? அந்த பெரிய பையனுக்கு கோல்களி பிராக்டிஸ் இருக்கு. அதுதான் அந்த பெரிய பையன் திரும்பி வராது. இப்போ இதெல்லாமே மிக்ஸ் ஆயிட்டு இருக்கு. அந்த முட்டை அங்கே புழுங்கிட்டே இருக்கு. ஸோ அந்த டைம்ல நம்மள இந்த பிரேக்ஃபாஸ்ட் சாப்பிட்ட போறேன். നമ്മുടെ തമിഴ് எல்லாமே ரொம்ப நல்லா இருக்குன்னு எனக்கு தெரியும். നമ്മൾ இந்த ஃபேக்டரியோட ஆம்பியன்ஸுக்கு இந்த தமிழ் தான் ரொம்ப நல்லா இருக்கு பேசும்போது. அதுதான் இந்த தமிழே பேசிட்டு இருக்கு. ஓகே, ഒരു മത്തിൻ്റെ പീസ് ഇങ്ങനെ എടുത്തിട്ട് പൊറോട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് കറി ഇങ്ങനെ മുക്കിയിട്ട് എനിക്ക് മത്തി ഇങ്ങനെ മുള്ളോർക്ക് കഴിക്കാനാണ് ഇഷ്ടം. ഫുൾ മത്തി ഇങ്ങനെ എടുത്തിട്ട്
ഇത് ചെറിയ മത്തിയാണ് കേട്ടോ. വലിയ മത്തിൻ്റെ മുള്ളി ഞാൻ കഴിക്കലുണ്ട്. പക്ഷെ ഇത് കുറച്ചും കൂടെ എളുപ്പമാണ് എന്ന്. അഞ്ചിന് മുള്ളൊന്നും കാണാനില്ലല്ലോ. ഇതും തിന്നാ അങ്ങനെ തന്നെയാണ്. സെയിം ടു ഇജോ മറ്റേ എന്താണ് ചെങ്ങാൻ്റെ പേര്? അല്ലല്ല തമിഴ്നാട്ടിലത്തെ പഴയ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ലേ? കരുണാനിധിന്റെ മോള് ഇവിടെ ഉണ്ട്. കറുപ്പ് കണ്ണടാണെന്നുള്ളൂ. പാട്ടി പാട്ടി இந்த வேலை உங்களுடையதா? உங்க கேட்டகரி வெஜிடபிள்ஸா? இந்த ஃபேக்டரியில புருஷന്മാർ ആരുമേ ഇല്ലയാ? இந்த ഫാക്ടറിയിൽ വന്ന് പുതുസ് ഇങ്ങനെ ഉള്ളി കരിക്കുന്നതിന് കാണിച്ചു. അങ്ങനെ നമുക്ക് ഉള്ളിയൊക്കെ പാട്ടി അരിഞ്ഞു കഴിഞ്ഞു. ചിക്കൻ മസാല, ഇത് ഗരം മസാല, ഇത് കുരുമുളക് പൊടി. ഓക്കെ. ഇതൊക്കെ എത്ര വെച്ചിട്ടുണ്ട്? ഏകദേശം 2-3 ടീസ്പൂൺ ഒക്കെ ചിക്കൻ മസാല, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 അര ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഓക്കെ. നമ്മൾ ഫാദിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ സ്കൂളിൽ വന്നതാണ്. രാവിലെ അബാക്കസിന്റെ ക്ലാസ്സിന് കൂടെ നിങ്ങൾ കണ്ടിരുന്നില്ലേ? ഒരു 10 മിനിറ്റും കൂടെ, സോറി ഒരു 5 മിനിറ്റും കൂടെ ഉണ്ട് ക്ലാസ് ചെയ്യാൻ. അപ്പോൾ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അതിന്റെ ക്ലാസ്സിലാ? ഇങ്ങോട്ട് അന്റെ ക്ലാസ് കഴിഞ്ഞാ ഓന്റെ ക്ലാസ് എന്താ കഴിയാത്തപ്പോ? ഇങ്ങോട്ട് എത്തിരുള്ളൂ, ഇപ്പൊ എത്തിരുള്ളൂ. കൊറേ നേരങ്ങളില് പോന്നിട്ട് എന്റെ പേരെന്താ? സുഹാൻ. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞാ നിങ്ങളെന്താ ടീച്ചറെ വീട്ടിൽ പോകാനുള്ള പരിപാടി ആയിരുന്നു? നിങ്ങളെല്ലാരും പോകണ്ടോ? അപ്പൊ ഇജ്ജ് പോണില്ലേ വാദിയ? ഇജ്ജ് പോണില്ലേ? ടീച്ചർ എല്ലാരും കൂടെ വിളിച്ചാ ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാന്റെ ക്ലാസ് കുട്ടികളാ? നിങ്ങളെല്ലാരും അബാക്കസിന്റെ ക്ലാസ്സിലുള്ളതാ? ആടോ നിങ്ങളൊക്കെ പേരെന്താ? വൈബ്. ഇവനല്ല വൈഭവ്. ഇപ്പൊ ഇങ്ങനെ പറയലുണ്ട് വൈഭവ് വൈഭവ്. ഞങ്ങള് പോട്ടെ ചേട്ടാ. ആടോ യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾ കാണലുണ്ടോ? വീഡിയോസ് നിങ്ങൾ കാണലുണ്ടോ? ഇജ്ജ് കണ്ടിട്ടില്ല? ഇപ്പൊ വീഡിയോസ് കണ്ടിട്ടില്ല? യൂട്യൂബ് ചാനലിൽ പേര് ഫാസിൽ അൽ ജഹീർ. ഇപ്പൊ ലിങ്ക് അയച്ചോടാ. പാതി ലിങ്ക് അയച്ചു കൊടുത്തോണ്ടിട്ടാ. ലിങ്ക് അയച്ചു കൊടുത്താ മതി. നിങ്ങൾ പോട്ടെന്നാല് കുറച്ചപ്പുറത്തേക്ക് എന്താണ് കാൽമക്കൂടെ ടയർ വരും. എന്നാ ശരിട്ടാ. ഇതൊക്കെ എന്റെ ക്ലാസ് കുട്ടികളാ? ഉണ്ടായിരുന്നതാ? അവരൊക്കെ പോവാണ് വീട്ടില്. എന്നാ പഠിപ്പൊന്നുമില്ല. അങ്ങനെ ആചാരം ഉണ്ട്. ആചാരോ എന്താ? എന്തിന്റെ ആചാരം ഉണ്ടെന്ന് എന്താ ആചാരം? അതൊന്നൊക്കെ അറിയില്ലട്ടോ. ഓ സ്കൂളില് പരിപാടിയോ? അങ്ങനെ എന്തോ ഉണ്ട്. താത്താൻ്റെ വീട് വരുന്നത് ഒരു മലയോര പ്രദേശത്താണ്. ഇവിടെ ഒരുപാട് കുളങ്ങളും തോടുകളും അതുപോലെ ചോലകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മയില് കുരങ്ങനൊക്കെ വരും ഇടക്കിടക്ക്. ഫാദിയോടെ വാ. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞേ? ഇത് ഇവിടെ വാ. ഇത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എത്രയോ അത് ഓഫാക്ക്. നല്ല കാര്യങ്ങള്
നല്ല കാര്യങ്ങൾ. അപ്പൊ ഫസ്റ്റിലെ എത്ര സ്റ്റാറാ? 1, 2, 3, 4. ഇത് ഉമ്മയാണ് എനിക്ക് സ്റ്റാർ ഇട്ടരല്? ഉമ്മയാണ് എനിക്ക് സ്റ്റാർ ഇട്ടരല്? ഇജന്നെ സ്റ്റാർ ഇടേ? ഓൻ തന്നെ ചെയ്യാ, ഓൻ തന്നെ സാറ് നല്ല പരിപാടി. ഇതിൽ നിന്നിട്ട് എന്താണ് സംഭവം? അതൊക്കെ മനസ്സിലായില്ല. ഇതാക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്ക്. പറയ് എന്താ സംഭവം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട്. ഏറ്റവും കൂടുതൽ കുറെ സ്റ്റാർ ഇട്ടാല് ലാസ്റ്റ് സമ്മാനം. അല്ല ഒരു ദിവസം എന്തൊക്കെ നല്ല കാര്യങ്ങളാ ചെയ്യല്? ഓനെ സാധനം പറ്റും, ഓനെ എടുത്തേക്ക. എന്നിട്ട് ഇവനെന്നെ സാധനം വരത്ത സാധനം എടുത്തേക്ക. എന്നിട്ട് എന്താണ് ഇതോടെ എന്താ ഉദ്ദേശിക്കണെന്ന് മനസ്സിലാവാത്ത? ഗിഫ്റ്റോ? ഓനെ നല്ലതാവാനും വേണ്ടിട്ട്, നല്ല സ്വഭാവം വരാനേ. എടാ ഇവിടെ വാ, അത് പറഞ്ഞു കൊടുക്ക. എന്താ സംഭവം എന്ന് പറഞ്ഞു കൊടുക്കും. എനിക്ക് തന്നെ കണ്ടിട്ട് മനസ്സിലാവണില്ലേ അത് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട്. ഒരു ദിവസം വെച്ച് എന്തൊക്കെയാ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ് ചിത്ര സ്റ്റാർ ഇട്ടതിമേ? അത് മുന്തിരി ജ്യൂസിന്റെ അടപ്പടിച്ച് ഒന്ന് മുന്തിരി ജ്യൂസ് ഇതാക്കി. എന്താക്കി? എന്താ പറയാ, മുന്തിരി ജ്യൂസ് കുപ്പിയിൽ ഒഴിച്ച്. ആ രണ്ടാമത്തെ സ്റ്റാർ മുന്തിരി ജ്യൂസ് കുപ്പിയിൽ വെച്ചിന്. മൂന്നാമത്തെ സ്റ്റാർ എന്തിനാ? മൂന്നാമത്തെ സ്റ്റാർ അവിടെ ഡ്രസ് അലിച്ചാരി കിടക്കേന്. കുപ്പി പിടിച്ച് വെച്ചിട്ട് മൂന്നാമത്തെ സ്റ്റാർ. പിന്നെ നാലാമത്തത് അവിടുത്തെ ടോയ്സ് അവിടെ ഇതെന്താ സത്യം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ സ്വന്തം പ്രൊഡക്റ്റ് ഉണ്ട് മുന്തിരി ജ്യൂസ്. അപ്പോ അത് ഇടയ്ക്ക് ഒരു ദിവസം ഒരു 100 കുപ്പിയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ മൂടിയതും അതുപോലെ കുപ്പിക്ക് ജ്യൂസ് വെച്ചിന്റെ ഒക്കെ സ്റ്റാറുകളാണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ പിന്നെ എന്തെന്നാ ഫ്രിഡ്ജിക്ക് വെച്ചിന് മൂന്നാമത്തെ സ്റ്റാർ. ഇനി ബാക്കി സ്റ്റാറിന് ഒന്നും കൂടെ പറയും. മൂന്നാമത്തെ സ്റ്റാർ. പിന്നെ എന്തിനാ പറയാ, പിന്നെ ഡ്രസ് അവിടെ ഇവിടെ ഇരിക്കുന്നത് അത് അൽമാരിക്ക് വെച്ചു. അത് എന്താ പറഞ്ഞാൽ ഇവനെ വെച്ച് വരട്ടായിരുന്നു സ്റ്റാർ ഇടാൻ വേണ്ടിട്ട്. ഓനെന്നെ ടോയ്സ് ഡ്രസ് വലിച്ചു മറ്റേതങ്ങനല്ല. താഴത്ത് വീടൊരു സാധനം പോലെ എടുത്തേക്കാത്ത മനുഷ്യനാണ് സ്റ്റാറിന്. ബാക്കി സ്റ്റാറും കൂടെ കുട്ടിക്ക്. ആ കുട്ടീനെ എന്താ കുട്ടീനെ എങ്ങനെ താഴത്തിരിക്കണ വീട്ടിലൊന്ന് എടുത്ത്. പിന്നെ പിന്നെ ഇല്ലല്ല ഇവിടെ ഒരായിട്ടുള്ളൂ. കുറച്ച് മുങ്ങണ് വെറുതെ കൊറേ സ്റ്റാർ. ഡ്രസ് തോരട്ടേന്. എപ്പോ? അതൊക്കെ തോരട്ടു. പിന്നെ ബാക്കി 2 വർഷം മുന്നേ ചെയ്തതിനൊക്കെ ഇവിടെ സ്റ്റാർ വീണക്കണ്. പിന്നെ ബക്കറ്റിൽ കുളിപ്പിച്ചേന്. പിന്നെ ആച്ചോടെ ബാത്റൂമിൽ കയറ്റേന്. ഓ ഇതിങ്ങനെ കൊറേ ഉണ്ട് സ്റ്റാറുകൾ. ഇതൊക്കെ പറയാൻ കഴിഞ്ഞാൽ ചിലപ്പോ ഇവിടെ അത് ഞാൻ കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ പറയുന്നുണ്ട് സമ്മതമില്ലാതെ ചെയ്ത് തന്നെ ഉണ്ടാകും. അല്ലെങ്കിൽ ഇതൊക്കെ സ്റ്റാർ ആയിട്ട് നിറഞ്ഞിന്ന്. ഇത് ഇങ്ങനെ ആക്കിന്റെ ശേഷമാണ് വാട്ടിന്റെ ശേഷമാണ് തക്കാളി ഇടല്. എല്ലാം കൂടെ ഒരുമിച്ച് വാട്ടൂല. ശരിക്കും വാടൂല. ഇനി എന്താണ് പരിപാടി? ഇത് ഞാൻ നിങ്ങളുടെ പരത്തണം. ഗൈസ് നമ്മള് നേരത്തെ എന്തിനാന്ന് അറിയില്ല എന്ന് പറഞ്ഞ മാറ്റി വെച്ച എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ നെയ്യ് ഉണ്ടല്ലോ, അതാണിത്. ഇത് ഞാൻ എന്താ ചെയ്യാൻ പോണ്? ഇങ്ങനെ ഇത് നല്ല നീ സോഫ്റ്റ് ആക്കി എടുക്കണം. ഇത് ഇനി ഇതിലേക്ക് പേസ്റ്റ് ചെയ്യൂലേ? തേച്ച് പിടിപ്പിക്കുക. ഇത് കണ്ടോ, ഈ സാധനം മൊത്തം ആ നെയ്യ് മൊത്തം നമ്മളെ ഈ മാവുക്ക് തേച്ച് പിടിപ്പിച്ചിട്ടോ. ഇത് ഇങ്ങനെ മടക്കിയിട്ട് പിന്നെയും കുഴക്കും. കുഴക്കൂല, പരത്തും. ഞാൻ അങ്ങനെ ചെയ്യലട്ടാ, പക്ഷെ മറ്റുള്ളവരുടെ എനിക്കറിയില്ല. ഗൈസ് ഇതെല്ലാരും ഇങ്ങനെ ആവൂല ചിലപ്പോ ഉണ്ടാക്കണ്ടാവുക. ഇത് നമ്മളെ ഒരു സ്റ്റൈലാണ്. മറ്റേ പെട്ടി പാക്ക് ചെയ്യേ ഡ്രസ്സൊക്കെ നടക്കൂലേ. ഇത് നന്നാവാതിരിക്കട്ടെ ഞാൻ പറഞ്ഞു. ഇത് നമ്മള് പ്രസ് ചെയ്യാൻ നോക്കൂട്ടാ. ഗൈസ് അങ്ങനെ നമ്മള് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഉച്ചന്റെ ശേഷമാണ് നമ്മളെ ഫ്ലൈറ്റ്. ഇതിനെ ചെറുക്കിടങ്ങനെ മൂടണ് തണുത്തിട്ടോ. അതെ ഞാൻ പറഞ്ഞ ഡ്രൈ ആവൂട മാവ്. നമ്മള് പുറത്തങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലേ അത് ഡ്രൈ ആയി പോകും. മറ്റേത് സോഫ്റ്റ് ആവും. എത്ര സമയം എങ്ങനെ വെക്കണം? ഒരു 10-15 മിനിറ്റ്. അതില് കൂടുതലായി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ടൈം റെസ്റ്റ് ചെയ്യലേ കൂടുതലാണ് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നീച്ചങ്ങള് ഇതാ
ഇതാ നീറ്റിക്കണ് എടി നീറ്റിക്കണ് മോനെ അച്ഛോ മജുകുട്ടിയേ ഒരാളത് കോണി കേറി പോണ് വേഗം വാ ഏയ് എങ്ങട്ടാണ് ഷിട്ടുമോൻ എങ്ങട്ടാ പോണ് പിടിച്ചേ നമ്മളാ നേരത്തെ ഡ്രസ്സ് മടക്കി വെച്ചില്ലേ അതൊന്നും കൂടെ നമ്മളിപ്പോ പരത്താൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മള് നേരത്തെ മടക്കിയ പോലെ ഒന്നും കൂടെ മടക്കും. എന്നിട്ട് മടക്കിട്ട് കുറെ നേരം എടുത്ത് വെക്കോ നേരത്തെ പോലെ തന്നെ. ഇവിടെ പൊതിച്ചെടുക്ക് പൊതപ്പോടെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവനെ പൊളിച്ചോ നിർത്താം. ഗൈസ് അടുത്തതായിട്ട് നമ്മൾ മുട്ട പൊളിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ മുട്ട പൊളിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ നടു മുറിക്കണം. ഗൈസ് നമ്മളങ്ങനെ മൂടി വെച്ചിരുന്നവനെ പുറത്തേക്ക് എടുത്തു. ഒന്നും കൂടെ പരത്താണ്. ഇത് എത്രത്തോളം നമുക്ക് കട്ടിയില്ലാണ്ട് വരുത്താൻ പറ്റണോ അങ്ങനെയല്ല, തിക്നെസ് ഇത്രയുന്നുണ്ട്, അധികം പറ്റ തിന്നാവരുത്. ഓ അപ്പൊ നമ്മളെ പപ്സിന്റെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. കൂടി വന്നിരുന്നു ടെമ്പറേച്ചർ എനിക്കെന്താ വേണ്ടി മതിയേ നമ്മളാ പരത്തിയത് ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തു സൈഡൊക്കെ. മുട്ട വെക്കാൻ പോകുന്നത് നിങ്ങളുടെ ഏവർക്കും പ്രിയപ്പെട്ട ഫാസിലാണ്. കമയത്തി വെക്ക്, കമയത്തുമ്പോ ഉണ്ണി വീയല്ലട്ടാ. ഗൈസ് അങ്ങനെ നമ്മുടെ പഫ്സ് ഇതാ റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ടോ, കറക്റ്റ് പെർഫെക്റ്റ് ആണ് ഷേപ്പും കാര്യങ്ങളൊക്കെ. നമ്മൾ നമ്മുടെ ചൂട് പഫ്സ് കഴിക്കാൻ പോവാണ്. അന്ന് മറ്റേ ഇവിടെ കൊണ്ടുവന്നില്ലേ, വീട്ടിൽ കൊണ്ടുവന്നില്ലേ, നല്ല ചൂടോടൊക്കെ കൊണ്ടുവന്നില്ല. അതിനേക്കാളും രസമുണ്ട് സത്യം പറഞ്ഞാല്. ഇനി നമുക്ക് ഇതുണ്ടാക്കിയ ഷെഫിനോട് നമുക്ക് കാര്യങ്ങൾ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഷെഫ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ കൈപ്പുണ്യം കിട്ടിയത്? പാരമ്പര്യമായിട്ട് പകർന്നു തന്നാണ് എന്റെ വാപ്പ. മുട്ട ഞാനാണ് പൊളിച്ചത്. അതിന്റെ ഒരു ടേസ്റ്റ് ടൈം കാണാനുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, മാഷാ അല്ലാ, അടിപൊളി. ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിലേ ആ ഗൈസ്, ഞങ്ങൾക്ക് പപ്സിന് ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ല ഓൺലി, മലപ്പുറം ജില്ലയിൽ ഈ ഒരു പരിസര ഭാഗത്ത് ഒക്കെ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ കിട്ടി കഴിഞ്ഞാൽ നമ്മള് സംഭവം ബൾക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കും. അത് വേറെ കാര്യം. ഞാനാണ് സെയിൽസ്മാൻ, എന്റെ കമ്മീഷൻ വേറെ ഉണ്ടാവും. അപ്പോ ഗൈസ് ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് സംഭവം ഉണ്ടാക്കുന്നത്.
നമ്മളിവിടെ പപ്സിൻ്റെ പണി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഉമ്മ നല്ല തേങ്ങാച്ചോറും ബീഫും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചോറുന്നില്ലേ? എന്തിയെ തേങ്ങാച്ചോറ് ഇഷ്ടമല്ലാന്നോ? നല്ല രസമുണ്ടാ, അടിപൊളി. അപ്പോൾ സമയം ഏകദേശം ഉച്ചയായി, ചോറ് കഴിക്കാണ്. നമ്മളെ പരിപാടി അടിപൊളിയായി. പപ്സ് നല്ല ഉഷാറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. Ta-da!